ഹായ്, ഏവർക്കും VBY ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്യാംലി, ഇലക്ട്രീഷ്യൻ ട്രേഡ് ഇൻസ്ട്രക്ടറാണ്. ഞാനിന്ന് പറയുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ ട്രേഡിലെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള സേഫ്റ്റി പ്രാക്ടീസ് ആൻഡ് ഹാൻഡ് ടൂൾസ് എന്ന മൊഡ്യൂളിലെ പാർട്ട് 2 ആണ്. അതായത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, മെയിൻ ടോപ്പിക്ക് സ്കോപ്പ് ഓഫ് ദി ഇലക്ട്രീഷ്യൻ ട്രേഡ്. അതായത് നമ്മുടെ ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ സ്കോപ്പാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ ഐ ടി ഐയുടെ ഓർഗനൈസേഷനെ കുറിച്ച്, അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. ഇത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 നമുക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്കോപ്പ് ഓഫ് ദി ഇലക്ട്രീഷ്യൻ ട്രേഡ് എന്ന ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ലെസൺ യു ഷാൾ ബി ഏബിൾ ടു വാട്ട്, അതായത് ഈ ഒരു സെഷൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ലെസണിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് നിങ്ങൾ ഏബിൾ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ഓഫ് ഇലക്ട്രീഷ്യൻ ജനറൽ ആൻഡ് ഇലക്ട്രിക്കൽ ഫിറ്റർ ആൻഡ് ദയർ NCO. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇലക്ട്രീഷ്യൻ ജനറൽ, അതുപോലെ ഇലക്ട്രിക്കൽ ഫിറ്റർ ആൻഡ് അവയുടെ NCO അതിനെക്കുറിച്ച്, അതിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് സ്റ്റേറ്റ് ദ കീ സ്കിൽ ആൻഡ് കാരിയർ പാത്ത് വേ ഫോർ ഇലക്ട്രീഷ്യൻ. ഒരു ഇലക്ട്രീഷ്യന് വേണ്ടിയിട്ടുള്ള സ്കിൽസ്, അതിൻ്റെ കീ സ്കിൽസ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് കൊണ്ടുള്ള അതിൻ്റെ ഒരു കരിയർ പാത്ത് വേ എങ്ങനെയൊക്കെയാണ്, അതൊക്കെ സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് പറയുന്നത്, ലിസ്റ്റ് ഔട്ട് ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇതൊക്കെയാണ്, ഇത് മൂന്നുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് കൊണ്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നാണ് ആ ഒരു ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ദെൻ നമ്മൾക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്, വാട്ട് ഈസ് ഇലക്ട്രീഷ്യൻ ട്രേഡ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡിൽ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഇലക്ട്രീഷ്യൻ ട്രേഡ് അണ്ടർ ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീം, ദാറ്റ് ഈസ് CTS, ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ട്രേഡ് ഡെലിവേർഡ് നാഷൻ വൈഡ് ത്രൂ the network of ITIs. This trade is of 2 years, that is 4 semester duration. നമുക്കിവിടെ പറയുന്നത്, നിങ്ങളുടെ ഈ ട്രേഡ്, നിങ്ങൾ സെലക്ട് ചെയ്ത ഈ ഇലക്ട്രീഷ്യൻ എന്ന ട്രേഡ്, അതായത് CTSന് കീഴിലുള്ള ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീം എന്ന CTSന് കീഴിലുള്ള ഈ ഇലക്ട്രീഷ്യൻ എന്ന ട്രേഡ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ട്രേഡാണ്. അതായത് നമുക്ക് നാഷൻ വൈഡ്, അതായത് കുറേ ITSൻ്റെ നെറ്റ്വർക്ക് വഴി നമുക്ക് നാഷൻ വൈഡ് ആയിട്ട് തന്നെ ഡെലിവേർഡ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് പോപ്പുലർ ട്രേഡാണ് ഇലക്ട്രീഷ്യൻ ട്രേഡ്. അത്രയും, അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങളുടെ ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ട്രേഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് ഈ ഒരു പറഞ്ഞ സെൻറ്റൻസ് നിന്ന് തന്നെ മനസ്സിലാകാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, ദിസ് ട്രേഡ് ഈസ് ഓഫ് 2 years ഡ്യൂറേഷൻ. നമുക്ക് ഈ ഒരു ട്രേഡ് 2 വർഷത്തെ ഡ്യൂറേഷനാണുള്ളത്. ഓക്കെ, കാലയളവ്, അതായത് നമുക്ക് 2 വർഷം, അതായത് 4 സെമസ്റ്റർ. അപ്പം ഒരു 6 മന്താണ് നമ്മൾ ആക്ച്വലി ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ 4 സെമസ്റ്റർ അടങ്ങുന്ന 2 വർഷത്തെ കോഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നേയൊക്കെ നമുക്ക് ഇയർ ബേസ്ഡ് ആയിരുന്നു, അതായത് ഒരു ഇയർ കഴിഞ്ഞ എക്സാം, സെക്കൻഡ് ഇയർ കഴിഞ്ഞ എക്സാം, പിന്നെ അതിന് ശേഷം സെമസ്റ്റർ വൈസ് ആയിരുന്നു, ദെൻ വീണ്ടും ഇയർ വൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 years ഡ്യൂറേഷനാണ് ഈ ഒരു ട്രേഡിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഡൊമെയിൻ ഏരിയ ആൻഡ് കോർ ഏരിയാസ്. അതായത് നമുക്ക് ഈ ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഒരു ഡൊമെയിൻ ഏരിയ ഉണ്ട്, അതുപോലെ ഒരു കോർ ഏരിയയും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറയുന്നത്, ഇൻ ഡൊമെയിൻ ഏരിയ ട്രേഡ് പ്രാക്ടിക്കൽ ആൻഡ് ട്രേഡ് തിയറി and core area workshop calculation and science, engineering drawing and employability skills which impart soft and life skills.
അപ്പോൾ നമുക്കിവിടെ ഈ ഡൊമെയിൻ ഏരിയ എന്ന് പറയുന്ന സെക്ഷനിലാണ് നമുക്ക് നമ്മുടെ ട്രേഡ് പ്രാക്ടിക്കലും അതുപോലെ ട്രേഡ് തിയറിയും വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊഫഷണൽ സ്കില്ല് ആൻഡ് പ്രൊഫഷണൽ നോളജ് അങ്ങനെയും പറയും. ഓക്കെ, ഇനി കോർ ഏരിയ എന്ന് പറയുന്ന സെക്ഷനിലാണ് നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് എംപ്ലോയബിലിറ്റി സ്കിൽസ്. ഓക്കെ, വിച്ച് ഇമ്പാർട്ട് സോഫ്റ്റ് ആൻഡ് ലൈവ് സ്കിൽ. നമുക്ക് സോഫ്റ്റ് ആൻഡ് ലൈവ് സ്കിൽസൊക്കെ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇത്. ഓക്കെ, അപ്പം ഇത് ശ്രദ്ധിക്കുക. ഡൊമൈൻ ഏരിയയിൽ വരുന്നതാണ് ട്രേഡ് പ്രാക്ടിക്കൽ, ട്രേഡ് തിയറി. ദെൻ കോർ ഏരിയയിൽ വരുന്നതാണ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ദർ ആർ 2 പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് ബേസ്ഡ് ഓൺ നാഷണൽ കോഡ് ഓഫ് ഒക്യുപ്പേഷൻ NCO. അതായത് നമ്മുടെ ഈ ഇലക്ട്രീഷ്യൻ ട്രേഡിന് നാഷണൽ കോഡ് ഓഫ് ഒക്യുപ്പേഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് NCO. അപ്പോൾ ആ NCO അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നാഷണൽ കോഡ് ഓഫ് ഒക്യുപ്പേഷൻ അനുസരിച്ചിട്ട് നമുക്ക് മെയിനായിട്ട് 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇലക്ട്രീഷ്യൻ ജനറൽ, അതായത് NCO 2015 റെഫറൻസ് ഈസ് 7411.0100. ദെൻ രണ്ടാമത്തതാണ് ഇലക്ട്രിക്കൽ ഫിറ്റർ, ദാറ്റ് ഈസ് NCO 2015 റെഫറൻസ് ഈസ് 7412.0200. ഓക്കെ, ആ ഒരു NCO ആ ഒരു കോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 2 കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസ്, നമുക്ക് 2ആയിട്ടാണ് ഇലക്ട്രീഷ്യൻ ട്രേഡിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്യൂട്ടീസ് ഓഫ് ഇലക്ട്രീഷ്യൻ ജനറൽ ആൻഡ് ഇലക്ട്രിക്കൽ ഫിറ്റർ. ഇലക്ട്രിക്കൽ ഫിറ്ററിൻ്റെയും ഇലക്ട്രീഷ്യൻ ജനറലിൻ്റെയും ഡ്യൂട്ടീസുകളാണ് പറയുന്നത്. ഇത് അധികമൊന്നുമില്ല, അതായത് നമുക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിലുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് ഇലക്ട്രീഷ്യൻ ജനറലാണ്. അതിൽ നോക്കാം. ഇലക്ട്രീഷ്യൻ ജനറൽ ഇൻസ്റ്റാൾസ്, മെയിൻറ്റെയിൻസ് ആൻഡ് റിപ്പയർസ് ഇലക്ട്രിക്കൽ മെഷീനറി, ഇക്വിപ്മെൻറ്റ് ആൻഡ് ഫിറ്റിംഗ്സ് ഇൻ ഫാക്ടറീസ്, വർക്ക്ഷോപ്സ്, പവർ ഹൗസസ്, ബിസിനസ് ആൻഡ് റെസിഡൻഷ്യൽ പ്രിമൈസസ് എക്സെട്ര. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ജനറലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ചെയ്യുക. ഇലക്ട്രിക്കൽ മെഷീനറീനെയൊക്കെ റിപ്പയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, ഇലക്ട്രിക്കൽ മെഷീൻ അതുപോലെ ഇക്വിപ്മെൻസിനൊക്കെ. പിന്നെ അതേപോലെ ഫിറ്റിങ്സ് ഇൻ ഫാക്ടറീസ്, വർക്ക്ഷോപ്പിൽ, പവർ ഹൗസുകളിൽ, ബിസിനസ് ആൻഡ് റെസിഡൻഷ്യൽ പ്രിമൈസസിലൊക്കെ ഈ ഇക്വിപ്മെൻസിനെ ഫിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ആക്ച്വലി മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, മെയിൻറ്റെയിൻ, റിപ്പയറിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഇലക്ട്രീഷ്യൻ ജനറലിൻ്റെ ഡ്യൂട്ടീസ്. ഓക്കെ, പിന്നെ ഇനി ഒരു ഇലക്ട്രിക്കൽ ഫിറ്റർ, അടുത്ത കാറ്റഗറി നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കൽ ഫിറ്റർ. ഒരു ഇലക്ട്രിക്കൽ ഫിറ്ററിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്സ് ആൻഡ് അസംബിൾസ് ഇലക്ട്രിക്കൽ മെഷീനറി ആൻഡ് ഇക്വിപ്മെൻറ്റ് സച്ച് ആസ് മോട്ടോർ, ട്രാൻസ്ഫോമേഴ്സ്, ജനറേറ്റർ, സ്വിച്ച് ഗിയർ, ഫാൻസ് എക്സെട്ര. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഫിറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസംബിൾ ചെയ്യുക. ഇലക്ട്രിക്കൽ മെഷീനറീനെയും ഇക്വിപ്മെൻസിനെയൊക്കെ, മോട്ടർ, ട്രാൻസ്ഫോമർ, ജനറേറ്റർ, സ്വിച്ച് ഗിയർ, ഫാൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അസംബിൾ ചെയ്യുക, ഫിറ്റ് ചെയ്യുക, ഫിറ്റ് ചെയ്യുക. അതൊക്കെയാണ് ഒരു ഇലക്ട്രിക്കൽ ഫിറ്ററിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്നത്. അപ്പോൾ രണ്ടും ജസ്റ്റ് ഒന്ന് തരംതിരിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് ആ 2 ഡ്യൂട്ടീസ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ഉള്ള പോയിൻറ്റ് കീ സ്കിൽസ് ഓഫ് ഇലക്ട്രീഷ്യൻ. ഒരു ഇലക്ട്രീഷ്യൻ്റെ കീ സ്കിൽസ്, ഒരു ഇലക്ട്രീഷ്യൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. നോക്കാം. ഓക്കെ, ആഫ്റ്റർ പാസിങ് ദ ഇലക്ട്രീഷ്യൻ ട്രേഡ് ദേ ആർ ഏബിൾ ടു, അതായത് ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് പാസ്സായിട്ടുള്ള ഒരാൾ, പാസ്സായതിനു ശേഷമുള്ള ഒരാൾക്ക് അയാൾക്ക് എന്തൊക്കെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് റീഡ് ആൻഡ് ഇൻ്റർപ്രറ്റ് ടെക്നിക്കൽ പാരാമീറ്റർ ഡോക്യുമെൻറ്റ്സ്, പ്ലാൻ ആൻഡ് ഓർഗാനിക് വർക്ക് പ്രോസസ്, ഐഡൻറ്റിഫൈ നെസസറി മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് കഴിഞ്ഞ പാസ്സായിട്ടുള്ള ഒരാൾ ആ ഒരു ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ റീഡ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും അയാൾക്ക് അറിയണം. അത് എന്തിനൊക്കെയാണെന്നുള്ളത് മനസ്സിലാവാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. പാരാമീറ്റർ ഡോക്യുമെൻറ്റ്സ്, ആ ഒരു തന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ പ്ലാന്, അതുപോലെ ഓർഗാനിക് വർക്ക് പ്രോസസ്സ്, പിന്നെ അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ നെസസറി മെറ്റീരിയൽസിനെയും ടൂൾസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെയുള്ളൊരു കഴിവ്
ഈ ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് കഴിഞ്ഞ ഒരാൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ രണ്ടാമത് പറയുന്നത് പെർഫോം ടാസ്ക് വിത്ത് ഡ്യൂ കൺസിഡറേഷൻ ടു സേഫ്റ്റി റൂൾസ്, ആക്സിഡൻറ്റ് പ്രിവെൻഷൻ റെഗുലേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. അതുപോലെ അയാൾ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ റെഡി ആയിരിക്കണം. എങ്ങനെയാണ്? വിത്ത് ഡ്യൂ കൺസിഡറേഷൻ ടു സേഫ്റ്റി റൂൾസും ആക്സിഡൻറ്റ് പ്രിവെൻഷൻ റെഗുലേഷനും എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും എല്ലാം കൂടെ നോക്കിയിട്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ അയാൾക്ക് കഴിയണം. ക്ലിയർ? ഇനി അടുത്ത പോയിന്റ് പറയുന്നത് അപ്ലൈ പ്രൊഫഷണൽ സ്കിൽ നോളജ് ആൻഡ് എംപ്ലോയബിലിറ്റി സ്കിൽ വൈൽ പെർഫോമിങ് ജോബ്സ്. അപ്പം ഒരു ജോബ് അയാൾ പെർഫോം ചെയ്യുമ്പോൾ അയാൾ അവിടെ അയാളുടെ പ്രൊഫഷണൽ സ്കിൽ നോളജും ഉപയോഗപ്പെടുത്തണം, അതുപോലെ അയാൾ പഠിച്ചിട്ടുള്ള എംപ്ലോയബിലിറ്റി സ്കില്ലും അയാൾ അവിടെ ഉപയോഗപ്പെടുത്തണം. ഈ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്ലസ് നമ്മുടെ പ്രൊഫഷണൽ നോളജുകളും. ഇത് രണ്ടും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം ഒരു ജോബ് പെർഫോം ചെയ്യാൻ. ഓക്കെ. ദ നെക്സ്റ്റ് പറയുന്നത് ചെക്കിംഗ് ജോബ് ഓർ അസംബ്ലി ആസ് പെർ ഡ്രോയിങ് ഫോർ ഫങ്ഷനിങ്, ഐഡൻറ്റിഫൈയിങ് ആൻഡ് റെക്ടിഫൈയിങ് എറേഴ്സ് ഇൻ ജോബ് ഓർ അസംബ്ലി. അതുപോലെ അയാൾ ജോബ് അല്ലെങ്കിൽ ഒരു അസംബ്ലി ആ ഒരു ഡ്രോയിങ് അനുസരിച്ച് ചെക്ക് ചെയ്യാൻ അറിയണം, ഒരു ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള. അതുപോലെ അയാൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അത് റെക്ടിഫൈ ചെയ്യണം. എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു ജോബ് അല്ലെങ്കിൽ അസംബ്ലി എന്തെങ്കിലും എറേഴ്സൊക്കെ വരും അതിനൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് ആ ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് കഴിഞ്ഞ ഒരാൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾക്കുള്ള ടോപ്പിക്കാണ് കരിയർ പ്രോഗ്രസ് പാത്ത് വേ. അതായത് ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കരിയർ പ്രോഗ്രസ് പാത്ത് വേ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലൊക്കെ നമ്മുടെ കരിയർ എന്തിലൊക്കെ ആകണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് നമുക്കിവിടെ ടോപ്പിക്ക് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. ആഫ്റ്റർ പാസിംഗ് ദ ഇലക്ട്രീഷ്യൻ ട്രേഡ് ദ ട്രെയിനി ക്യാൻ അപ്പിയർ ഇൻ 10th 12th examination through National Institute of Open Schooling NIOS for acquiring higher secondary certificate and can go further for general technical education. അപ്പോൾ നമ്മൾക്കൊരു ഇലക്ട്രീഷ്യൻ ട്രേഡ് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിക്ക്, അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് എന്നല്ല, നമ്മൾ IT ട്രെയിനീസ് എന്നാണ് സ്റ്റുഡൻസിനെ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് പാസ്സായി വരുന്ന ഒരു ട്രെയിനിക്ക് 10th അല്ലെങ്കിൽ അതായത് ഇപ്പം IT കയറുന്ന ആളെ 8th ബേസിൽ IT അഡ്മിഷൻ ചില ട്രേഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ 8th ബേസിൽ കയറുന്ന അഡ്മിഷനുള്ള ആളാണെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് 10th അതുപോലെ +2 എഴുതാൻ പറ്റും. അതുപോലെ ഇനിയിപ്പം 10th കഴിഞ്ഞ് വരുന്ന ഒരാൾക്കാണെങ്കിലും ഹയർ സെക്കൻഡറി അതായത് +2 എഴുതാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള അവസരമുണ്ട്. ഓക്കെ. അതായത് അതിനുള്ളൊരു സ്പെഷ്യൽ കാറ്റഗറി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS എന്ന് പറയുന്ന ആ ഒരു വിഭാഗം നമുക്കിങ്ങനെ ഒരു ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് നേടിത്തരാൻ വേണ്ടിയിട്ട് ഒരു എക്സാമിനേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെ ക്യാൻ ഗോ ഫർദർ ഫോർ ജനറൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അങ്ങനെ അവർക്ക് അതിനുശേഷം വരുന്ന ജനറൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനും സാധാ ഡയറക്റ്റായിട്ട് പോകുന്ന പോലെ തന്നെ ആ ഒരു ജനറൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനും അവർക്ക് അവസരം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്കിനി എന്തൊക്കെയാണ് ആ ഒരു കരിയർ പ്രോഗ്രസ് പാത്ത് വേകൾ എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടേക്ക് അഡ്മിഷൻ ഇൻ ഡിപ്ലോമ കോഴ്സസ് ഇൻ നോട്ടിഫൈഡ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് ബൈ ലാറ്ററൽ എൻട്രി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നതാണ് ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് കഴിഞ്ഞ് പാസ്സായി വരുന്ന ആ ഒരു സർട്ടിഫിക്കറ്റോട് കൂടി പാസ്സായി വരുന്ന ഒരു ട്രെയിനിക്ക് ഡിപ്ലോമയ്ക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. ഡിപ്ലോമ കോഴ്സിന്, അതായത് അവിടെ നോട്ടിഫൈ ചെയ്യുന്ന നമ്മുടെ ഏതാണോ ആ ബ്രാഞ്ചിനനുസരിച്ചിട്ട്. ഓക്കെ. ആ ബ്രാഞ്ച് അനുസരിച്ചാണ് നമ്മൾക്ക് ലാറ്ററൽ എൻട്രൻസ് എക്സാം വഴി ലാറ്ററൽ എൻട്രി വഴി അയാൾക്ക് ആ ഒരു നോട്ടിഫൈ ചെയ്ത ബ്രാഞ്ചിലേക്ക് ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ നേടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് പറയുന്നത് ക്യാൻ ജോയിൻ ക്രാഫ്റ്റ്സ്മാൻ ഇൻസ്ട്രക്ടർ ട്രെയിനിങ് സ്കീം CITS ഇൻ ദ ട്രേഡ് ടു ബിക്കം ഇൻസ്ട്രക്ടർ ഇൻ ITIs. ഇനി അങ്ങനെ
ഒരാൾക്ക് ഈ ഐ ടി ഐ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് പാസ്സാകുന്ന ഒരാൾക്ക് ക്രാഫ്റ്റ്സ്മാൻ ഇൻസ്ട്രക്ടർ ട്രെയിനിങ് സ്കീം CITS എന്ന ആ ഒരു സ്കീമിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ITയിൽ തന്നെ ഇൻസ്ട്രക്ടറായിട്ട് മാറാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ക്യാൻ ജോയിൻ ദ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഒബ്റ്റെയിൻ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പം ഈ ഒരു ITI സർട്ടിഫിക്കറ്റോട് പാസ്സാകുന്ന ഒരാൾക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ കഴിയും. എന്നിട്ട് അവർക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NAAC എന്നാണ് പറയുക, അതും കരസ്ഥമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ്, അടുത്ത കാറ്റഗറി പറയുന്നത് എലിജിബിൾ ടു ഒബ്റ്റൈൻ ഡയറക്ട്ലി വയർമാൻ B ലൈസൻസ്. അതായത് ഒരു ITI കഴിഞ്ഞ് സർട്ടിഫിക്കറ്റോട് പാസ്സാവുന്ന ഒരാൾക്ക് ഡയറക്ട്ലി വയർമാൻ B ലൈസൻസിന് നേടാൻ എലിജിബിൾ ആണ് എന്നാണ് പറയുന്നത്. വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഇലക്ട്രിക്കൽ ലൈസൻസിങ് ബോർഡ് അതോറിറ്റീസ്. ഇലക്ട്രിക്കൽ ലൈസൻസിങ് ബോർഡ് അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന വയർമാൻ B ലൈസൻസ് ഡയറക്റ്റായിട്ട് ഇത്തരം ട്രെയിനേഴ്സിന് ലഭിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് കരിയർ പാത്ത് വേ പറഞ്ഞിട്ടുള്ളത്, കരിയർ പ്രോഗ്രസ് പാത്ത് വേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്കുള്ള ടോപ്പിക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ട്രേഡ് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ലഭിക്കാൻ പോകുന്നത്, തൊഴിലവസരങ്ങൾ. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് പറയുന്നത് ദർ ആർ ഗുഡ് നമ്പേഴ്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൻ ഇലക്ട്രീഷ്യൻ. ഒരു ഇലക്ട്രീഷ്യന് ഒരുപാട് നമ്പർ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കാം നമുക്ക്. അതായത് ഇലക്ട്രീഷ്യൻ ഇൻ ലോക്കൽ ഇലക്ട്രിസിറ്റി ബോർഡ്സ്, റെയിൽവേസ്, ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റ്, എയർപോർട്ട് ആൻഡ് അതർ ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പം ഒരു ITI ഇലക്ട്രീഷ്യൻ കഴിയുന്ന ഒരാൾക്ക് ലോക്കൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ, അല്ലെങ്കിൽ റെയിൽവേ, അല്ലെങ്കിൽ ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റ്, എയർപോർട്ട്, അതർ ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലൊക്കെ ഇലക്ട്രീഷ്യനായിട്ട് ജോലി നേടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത അവസരം പറയുന്നത് ഇലക്ട്രീഷ്യൻ ഇൻ ഫാക്ടറീസ്, അതായത് പബ്ലിക് ഓർ പ്രൈവറ്റ്, ഇൻസ്റ്റാൾ, ടെസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇൻ ഓഡിറ്റോറിയം ആൻഡ് സിനിമ ഹാൾസ്. അതുപോലെ നമുക്കൊരു ഫാക്ടറീസിൽ ഇലക്ട്രീഷ്യനായിട്ട് ചെയ്യാൻ പറ്റും, പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ. അതുപോലെ ഇൻസ്റ്റാൾ, ടെസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഓഡിറ്റോറിയത്തിൽ, അതുപോലെ സിനിമ ഹാളിലൊക്കെ ഓരോ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത അവസരം പറയുന്നത് അസംബ്ലർ ഓഫ് ഇലക്ട്രിക്കൽ കൺട്രോൾ ഗിയേഴ്സ് ആൻഡ് സ്വിച്ചസ് ഓൺ പാനൽ ബോർഡ്സ് അറ്റ് സ്വിച്ച് ഗിയർ ഫാക്ടറീസ്. ഒരു സ്വിച്ച് ഗിയർ ഫാക്ടറീസിലൊക്കെ ഇലക്ട്രിക്കൽ കൺട്രോൾ ഗിയേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്വിച്ചസിൻ്റെ ഒക്കെ പാനൽ ബോർഡിലൊക്കെ വരുന്ന സ്വിച്ചസിൻ്റെ ഒക്കെ അസംബ്ലറായിട്ട് ജോലി നേടാൻ പറ്റും. ഓക്കെ, അടുത്തത് പറയുന്നത് വൈൻഡർ ഓഫ് ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് ഇൻ വൈൻഡിങ് ഷോപ്പ്. വൈൻഡിങ് ഷോപ്പുകളിൽ ഇലക്ട്രിക്കൽ മോട്ടോറിൻ്റെ ഒക്കെ വൈൻഡറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് റിപ്പയറർ ഇൻ ഇലക്ട്രിക്കൽ ഷോപ്പ്. ഇലക്ട്രിക്കൽ ഷോപ്പിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസിന് റിപ്പയറായിട്ട് ജോലി ചെയ്യാം. ഓക്കെ, ദെൻ ഇലക്ട്രീഷ്യൻ ടു ഇൻസ്റ്റാൾ, സർവീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ആൻഡ് സർക്യൂട്ട്സ് ഇൻ ഹോട്ടൽസ്, റിസോർട്ട്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഫ്ലാറ്റ്. അതുപോലെ നമുക്ക് ഫ്ലാറ്റിൽ, ഹോസ്പിറ്റൽ, റിസോർട്ടിൽ, അതുപോലെ ഹോട്ടലിലൊക്കെ സർക്യൂട്ട്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ മെയിൻറ്റെയിനിങ്ങിന്, സർവീസ് ചെയ്യാൻ, ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആയിട്ട് ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല, നോക്കൂ. അസംബ്ലർ ഇൻ ദ ഡൊമസ്റ്റിക് അപ്ലയൻസസ് മാനുഫാക്ചറിങ് ഫാക്ടറീസ്. അതുപോലെ നമുക്ക് വീട്ടുപകരണങ്ങൾക്ക് ഉള്ള മാനുഫാക്ചറിങ് ഫാക്ടറികളിൽ അസംബ്ലറായിട്ട് ജോലിക്ക് കയറാം. ഓക്കെ,
ദെൻ സർവീസ് ടെക്നീഷ്യൻ ഫോർ ഡൊമസ്റ്റിക് അപ്ലയൻസസ് ഇൻ റെപ്യൂട്ടഡ് കമ്പനീസ്. വളരെ നല്ല റെപ്യൂട്ടഡ് കമ്പനീസിലൊക്കെ ഡൊമസ്റ്റിക് അപ്ലയൻസിൻ്റെ സർവീസ് ടെക്നീഷ്യനായിട്ടും കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ് പാസ്സായ ഒരാൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്. കണ്ടോ, നമ്മളിപ്പം ഈ ഒരു സ്ലൈഡുകളിൽ തന്നെ ഞാൻ കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഒരുപാട് ഇനിയുമുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചെണ്ണം മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതിനേക്കാളും ഒരുപാട് അവസരങ്ങൾ ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് സെൽഫായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സർവീസ് സെൻറ്റർ ഫോർ റിപ്പയറിംഗ് ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയർ ആൻഡ് മോട്ടോഴ്സ് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. ഇപ്പോൾ റൂറൽ ഏരിയയിലും അർബൻ ഏരിയാസുകളിലൊക്കെ ഒരു സർവീസ് സെൻറ്റർ, അതായത് ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയർ മോട്ടോഴ്സൊക്കെ റിപ്പയറിങ്ങിനായിട്ടുള്ള സർവീസ് സെൻറ്റർ നമുക്ക് തുടങ്ങാൻ പറ്റും. ഓക്കെ, അതിനടുത്തത് മെയിൻ്റനൻസ് കോൺട്രാക്ടർ ഓഫ് വയറിംഗ് ഇൻസ്റ്റലേഷൻ ഇൻ ഹോട്ടൽസ്, റിസോർട്ട്സ്, ഹോസ്പിറ്റൽസ്, ബാങ്ക്സ് എക്സെട്ര. ഓക്കെ, അപ്പം ഹോട്ടൽ, റിസോർട്ട്, ഹോസ്പിറ്റൽ, ബാങ്ക് മുതലായതിലൊക്കെ ഒരു മെയിൻ്റനൻസ് കോൺട്രാക്ടർ, വയറിംഗ് ഇൻസ്റ്റലേഷനുള്ള മെയിൻ്റനൻസ് കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ വരുന്നതാണ്. ദെൻ അടുത്തത് പറയുന്നത് മാനുഫാക്ചറർ ഓഫ് സബ് അസംബ്ലി ഫോർ ഇലക്ട്രിക്കൽ പാനൽസ്. ഇലക്ട്രിക്കൽ പാനൽസിൻ്റെയൊക്കെ സബ് അസംബ്ലിയുടെ മാനുഫാക്ചറായിട്ട് അവസരമുണ്ട്. ഓക്കെ, ദെൻ കോൺട്രാക്ടർ ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ വയറിംഗ്. ഇൻഡസ്ട്രിയൽ വയറിങ്ങിനും ഡൊമസ്റ്റിക് വയറിങ്ങിനൊക്കെ ഉള്ള കോൺട്രാക്ടറായിട്ട് അവസരമുണ്ട്. ഓക്കെ, ദെൻ ആർമേച്ചർ വൈൻഡർ ഓഫ് ഇലക്ട്രിക്കൽ മോട്ടോർ. ഇലക്ട്രിക്കൽ മോട്ടോറിൻ്റെ ആർമേച്ചർ വൈൻഡർ ആകാം. ഓക്കെ, ദെൻ റിപ്പയറർ ഓഫ് സിമ്പിൾ ഇലക്ട്രോണിക് ഓഫ് ഗാഡ്ജറ്റ്സ്. അതായത് സിമ്പിൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ റിപ്പയറർ ആകാം. ഓക്കെ, ദെൻ സർവീസ് മെയിൻറ്റെയിൻ ആൻഡ് റിപ്പയർ ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസ്. ഡൊമസ്റ്റിക് അപ്ലയൻസിൻ്റെ സർവീസ്, മെയിൻറ്റെയിൻ, റിപ്പയർ ഒക്കെ തന്നെ സ്വന്തമായിട്ട് നടത്താൻ പറ്റും. ദെൻ ഡീലർഷിപ്പ് ഓർ ഏജൻസി ഫോർ ഇലക്ട്രിക്കൽ ഹാർഡ്വെയർസ്. അതുപോലെ ഇലക്ട്രിക്കൽ ഹാർഡ്വെയർസിനുള്ള ഡീലർഷിപ്പ് അല്ലെങ്കിൽ ഏജൻസി ഒക്കെ തുടങ്ങാൻ പറ്റും. പിന്നെ പറയുന്നത് വിത്ത് ആൻ ആഡഡ് ട്രെയിനിങ് ഇൻ ദ സ്പെസിഫൈഡ് ഫീൽഡ് ക്യാൻ ബിക്കം ഓഡിയോ ഓർ റേഡിയോ ഓർ TV മെക്കാനിക്. അപ്പം ഇതിനോട് കൂടി ഒരു ചെറിയൊരു നമ്മുടെ ഓരോ സ്പെസിഫൈഡ് ഫീൽഡിലൊരു ട്രെയിനിങ് കൂടെ നിങ്ങൾ ഇതിനെ കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ TV മെക്കാനിക് ഒക്കെ ചെയ്യാനും പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത്രയും നമ്മളൊരു ഇലക്ട്രീഷ്യൻ ട്രേഡ് പഠിച്ചാലുള്ള ഓപ്പർച്യൂണിറ്റീസുകളാണ് നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾക്കിവിടെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ട്രേഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം അവസരങ്ങളുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ള ഒരു പാർട്ട്, നമ്മുടെ സിലബസിലെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഈ ഒരു സ്കോപ്പ് ഓഫ് ഇലക്ട്രീഷ്യൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എസ്പെഷ്യലി ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകളാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.